അതാ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു വിനീത, നോക്കൂ, പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ പ്രായോഗികമായി സംസാരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ അർജുൻ തിരിച്ചെത്തും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. ഈ പ്ലോട്ട് ബി എന്ന് പറയുന്ന പുഴയുടെ അടിവാരത്ത് അല്ലെങ്കിൽ പുഴയോട് ചേർന്നിട്ടുള്ള പുഴയോരത്താണ് അർജുൻ്റെ ലോറി ഉള്ളത് എങ്കിൽ അത് ചെരിഞ്ഞോ വീഴുകയോ ഏത് വിധത്തിലാണ് വീണതെങ്കിൽ പോലും ആ മൺകൂന ഇളകിക്കിടക്കുന്ന മണ്ണാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ മണ്ണ് നിക്ഷേപിച്ചത് എങ്ങനെയാണ്? ഈ മല അടിവാരത്തെ മണ്ണ് അവിടേക്ക് മാറ്റുകയാണ് ചെയ്തത്. റോഡ് ക്ലിയർ ചെയ്തപ്പോൾ മണ്ണ് അവിടെ ഇടുകയാണ് ചെയ്തത്, ഈ പൊട്ടി ഒലിച്ച് വന്ന മണ്ണിനപ്പുറത്തേക്ക്. അപ്പോൾ ഇളകിക്കിടക്കുന്ന മണ്ണിനുള്ളിൽ ഓക്സിജൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. മാത്രമല്ല ഇതൊരു അത്യാധുനിക വാഹനമാണ്. നമ്മൾ ഈ ആ വാഹനത്തിൻ്റെ പ്രത്യേകത എല്ലാം തന്നെ വിനേഷ് കുഞ്ഞിരാമൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പിന്നീട് തുടർച്ചയായി നമ്മളത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ സ്കിൽഡ് ഡ്രൈവറാണ് അർജുൻ എന്ന് പറയുന്നത്. 8 വർഷമായി തൊഴിൽ ചെയ്യുന്നു. 30 വയസ്സായിട്ടുള്ളൂ എങ്കിൽ പോലും 8 വർഷമായി ഈ തൊഴിൽ ചെയ്യുന്ന ഹെവി വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ള ആളാണ്. അല്ലെങ്കിൽ തന്നെ ഇത്ര വലിയൊരു വാഹനം ഇത്ര ദൂരം അനായാസം ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ഒരു ആത്മധൈര്യം വേണം. എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടാകുന്ന ഒരു ആത്മധൈര്യമുള്ള ഒരു അസാധ്യമായിട്ടുള്ള ആത്മധൈര്യത്തിന് ഉടമയാണ് അർജുൻ എന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അർജുൻ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന മനസ്സ് ആഗ്രഹിക്കുകയാണ്, വ്യക്തമായി പറയുകയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുക. ഓക്സിജന്റെ അളവ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അർജുൻ സർവൈവ് ചെയ്യാനുള്ള സാധ്യത പൂർണ്ണമായും തന്നെ അവിടെ നിലനിൽക്കുകയാണ്. ആ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള തിരച്ചിലാണ്, പ്രായോഗികമായ ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ആവശ്യം. ഒരുപക്ഷെ എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ തിരുത്തണം. ഈ കർണാടക എന്ന് പറയുന്നത് ഖനികൾ കൊണ്ട് ഏറ്റവും സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള KGF കോളാർ ഗോൾഡ് ഫീൽഡ്സ്, ആ ഗോൾഡ് മൈൻസ് ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. KGF ഉൾപ്പെടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനി നിക്ഷേപമുണ്ട്, കൽക്കരിയുണ്ട്, മറ്റ് ധാതു ലവണങ്ങളുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങൾ അവിടെ ആ ഖനികളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റഡാറുകൾ എന്തുകൊണ്ട് ഇതിന് ഉപയോഗിക്കുന്നത് സംശയമുണ്ട്. അതൊരു വലിയ ചോദ്യം തന്നെയാണ്.